ഇന്നലെ ഭൂമിൽ പാർത്തിരുന്ന പേരെത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂമിൽ പാർത്തിരുന്ന പേരെത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനേ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനേ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആദരണീയനായ ദൈവദാസൻ, മറ്റെല്ലാ ദൈവവിശ്വാസികൾ, സൂമിലൂടെയും വിവിധമായ മാധ്യമങ്ങളിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ സഭ ഒന്നടങ്കമായി പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിന് ദൈവം ഈ ദിവസങ്ങൾ പരിഹാരം നൽകി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാനിവിടെ ആയിരുന്നപ്പോൾ ദൈവത്തെ അമിതമായി സ്തുതിക്കുവാനായിരുന്നു. കാരണം നമ്മൾ വളരെ ചുരുങ്ങിയ പേരാണ് കർത്താവിനെ ആരാധിക്കുന്നുവെങ്കിലും നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ കർത്താവ് ഭംഗിയായി നടത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തകർന്നു പോകേണ്ട മേഖലകളിൽ ഒതുക്കി കളയുമെന്ന് പറഞ്ഞ പല മേഖലകളിൽ ദൈവം എത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. അല്പനേരം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 51 അധ്യായം 3 വാക്യം. ആർക്കെയും മൈക്കിലൂടെ ദയവായി ശബ്ദമുയർത്തി വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 51 അധ്യായം 3 വാക്യം. വേറൊരു വ്യക്തി യോവേലിൻ്റെ പ്രവചനം 2 അധ്യായം 3 വാക്യം കൂടെ. യെശയ്യാവിൻ്റെ പ്രവചനം 51 അധ്യായം 3 വാക്യവും യോവേൽ പ്രവചനം 2 അധ്യായം 3 വാക്യവും ആർക്കെയും ശബ്ദമുയർത്തി വായിക്കാം. ഐസയ ചാപ്റ്റർ 50:3. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിലെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏതനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. യോവേൽ പ്രവചനം 2 അധ്യായം 3 വാക്യം. അവരുടെ മുൻപിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു. അവരുടെ മുൻപിൽ ദേശം ഏദൻ തോട്ടം പോലെയാകുന്നു. അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി. അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനങ്ങളെ ഓർത്ത് സ്തോത്രം. അല്ലെങ്കിൽ ശാരീരികമായി വളരെ പ്രയാസത്തിലാണ്. വളരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പനിയായാലൊക്കെ ഭാരപ്പെട്ടു. കർത്താവ് നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട എൻ്റെ മാതാവ് ഹല്ലേലൂയ സ്തോത്രം വലിയൊരു അപകടത്തിൽ പെട്ടുവെങ്കിലും വളരെ നന്നായി ഹല്ലേലൂയ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുവെങ്കിലും കർത്താവ് കൊടുത്ത പൂർണ്ണ സൗഖ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുമാത്രമല്ല പ്രിയപ്പെട്ട കൃപയുടെ പിതാവ് വളരെ അതേ അസ്വസ്ഥതയാൽ പ്രത്യേകിച്ച് ഷാർജയല്ലേ, ആ ഷാർജയിൽ അനേകം പേർ മരണപ്പെട്ടു എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഇൻഫെക്ഷനാണ് ശരീരത്തിലെടുത്തെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ കൃപ പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്ത് ഉണ്ടായിരുന്ന ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും കർത്താവ് അത്ഭുതകരമായി നടത്തിയോ ദൈവത്തെ തുടർന്നും നമുക്ക് ആത്മാർത്ഥമായി സഭ ദൈവത്തിനെ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗം പ്രാരംഭമായ യെശയ്യാവിൻ്റെ പ്രവചനം 51 അധ്യായം 3 വാക്യവും രണ്ടാമതായി വായിച്ച യോവേൽ പ്രവചനം 2 അധ്യായം 3 വാക്യവും അതിശക്തമായ ഒരു പ്രാവചനികമായ ഒരു സംഭവ വികാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ ഒരു പ്രവചനാത്മകമായ ദൂതാണ് ഈ 2 വാക്യങ്ങൾ കാണുവാൻ സാധിക്കും. നമുക്കറിയാം ഈ 2 പ്രവാചകന്മാർ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ നമ്മൾ പഴയ നിയമത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്,
നമ്മളിൽ 2 തരത്തിലുള്ള പ്രവാചക പുസ്തകങ്ങളുണ്ട്. ഒന്ന് മേജർ പ്രോഫറ്റ്സ്, 2 മൈനർ പ്രോഫറ്റ്സ്. മേജർ പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? രാജകീയമായിട്ടുള്ള രാജാവിനോട് പോലും പ്രവചനം പറയുവാൻ യോഗ്യരായിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ദേശം അംഗീകരിക്കപ്പെട്ട, കുടുംബം അംഗീകരിക്കപ്പെട്ട ദൈവഭക്തന്മാരെയാണ് മേജർ പ്രൊഫറ്റ് ലിസ്റ്റിൽ പെടുക. എന്നാൽ മൈനർ പ്രൊഫറ്റ്സിന് അതുപോലെയുള്ള ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് ജാതികളിൽ നിന്നും വിവിധമായ മേഖലകളിൽ നിന്നാണ് ദൈവം അവരെ ഉപയോഗിക്കുവാനിടയായി തീർന്നത്. എന്നാൽ നമുക്കറിയാം മേജർ പ്രൊഫറ്റ്സ് എന്ന് പറയുന്നത് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, അതുപോലെ ഹോശയ മുതൽ മലാഖി വരെയുള്ള ചെറിയ പ്രവാചകന്മാർ അല്ലെങ്കിൽ മൈനർ പ്രോഫറ്റ്സ് എന്ന ലിസ്റ്റിൽ പെടുന്നു. എന്നാൽ നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗം ആമോസിന്റെ മകനായ യെശയ്യാവ് BC 700-നും 680 കാലയളവിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് ഏകദേശം 680 വർഷത്തിന് മുൻപേ ദൈവാത്മാവിൽ പ്രവചിക്കപ്പെട്ട ചില പ്രവചന പുസ്തകമാണ് യെശയ്യാവിന്റെ പ്രവചനം എന്ന് പറയുന്നത്. ഈ യെശയ്യാ പ്രവചനത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് മശിഹയ പ്രവചനം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 680 വർഷങ്ങൾക്ക് മുൻപേ, കാലാകാലങ്ങൾക്ക് മുമ്പ് തന്നെ യേശു എവിടെ ജനിക്കണമെന്നും ആരുടെ മകനായി ജനിക്കണമെന്നും യേശു കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചാൽ എന്തൊക്കെ നടക്കുമെന്നും അത് കഴിഞ്ഞാൽ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സഭ സ്ഥാപിതമായി അത് കഴിഞ്ഞ് ദൈവസഭ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് കർത്താവ് യേശു രണ്ടാമത്തെ വരവ് വരെ അതിപ്രശസ്തമായ നിലവാരത്തിൽ വളരെ ക്ലിയർ പിക്ചറായി യെശയ്യാ പ്രവാചകൻ ദൈവാത്മാവിൽ വിളിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ വളരെയധികം ചരിത്രപരമായിട്ടും പ്രാവചികമായ നിലവാരത്തിലും വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവചന പുസ്തകമാണ് യെശയ്യാവിൻ്റെ പ്രവചനം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗത്തിൽ വരുമ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് ദൈവസഭയുള്ള ബന്ധത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവ് എന്നോട് പറഞ്ഞ ചില ആലോചനകളാണ് ദൈവസഭയെ ഉറപ്പിക്കുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിക്കുവാൻ ഒരു കർത്തവ്യം ദൈവം എന്നെ ഏൽപ്പിച്ചു. അതാണ് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിനുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. ഈ ദൈവസഭയ്ക്കകത്ത് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ലോകപരമായിട്ടോ ജാതിപരമായിട്ടോ ലോകത്തിലെ പ്രവൃത്തികളോ ഇതിനകത്ത് കയറി വരുവാൻ പാടില്ല. അങ്ങനെ കയറിയാൽ ദൈവം ഉപയോഗിക്കേണ്ട ചില വ്യക്തികൾക്ക് പകരമായി പിശാചിന്റെ ചില പദ്ധതികൾ സഭയ്ക്കകത്തു നടക്കുമെന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവസഭ ദൈവത്താൽ അല്ലെങ്കിൽ നിയന്ത്രിതമായിരിക്കണം. ഹല്ലേലൂയ. നമ്മളിവിടെയുള്ള എല്ലാ മെസ്സേജുകളും ഒരു ആവറേജ് 80% യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജുകളാണ്. നിങ്ങളതൊക്കെ വായിച്ചു നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ നിശ്ചയമായും ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുക എന്നുള്ള വിഷയമാണ് ഈ ദൈവസഭയുടെ ആത്യന്തമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവസഭ ഈ കാലഘട്ടത്തിൽ വല്ലാത്തൊരു കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. തലമുറകൾ ദൈവത്തിൽ നിന്നും അകന്നു മാറുന്നു. ദൈവമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന നിലവാരത്തിൽ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ പൂർവ്വപിതാക്കന്മാർ കണ്ണുനീരോടെ കഞ്ഞിയും പയറും പോലും കഴിക്കുവാൻ കഴിയാതെ വിവിധമായ മേഖലകൾ കഷ്ടത അനുഭവിച്ച് തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് രാത്രികാലങ്ങൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ അരികത്ത് വന്ന് കണ്ണുനീരോട് നിലവിളിച്ച മാതാപിതാക്കളുടെ നന്മ അനുഭവിക്കുന്ന പല തലമുറകൾ വിവിധമായ രാജ്യങ്ങളിൽ പോയി, വിവിധമായ സ്ഥലങ്ങളിൽ പോയി ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന്റെ നന്മ അനുഭവിച്ചിട്ട് പലരും ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ഇന്ന് നമുക്ക് ദൈവവചനം കേൾക്കുന്ന ഈ തലമുറയോട്, ഈ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധത പറയുന്നു, നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ നന്മയാണ്.
യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ദൈവസഭ ദൈവാത്മാവിൽ നിയന്ത്രണമാകണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവസഭ എന്ന് പറയുന്നത് വെസ്റ്റേൺ പെന്തക്കോസ്ത് ചർച്ച് എന്ന് പറയുന്നതല്ല ദൈവസഭ എന്ന് പറയുന്നത്. അത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഒന്നുകൂടെ പറഞ്ഞാൽ, നാം ഓരോരുത്തരും ഒരു സഭയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്താൽ നിയന്ത്രിതമാകണം. ഹല്ലേലൂയ. ഇന്ന് തലമുറകൾ വിദ്യാസമ്പന്നത്തിൽ ഉന്നതമായി സയൻസ് പരമായൊക്കെ ചിന്തിച്ച് പണ്ടത്തെ അപ്പച്ചന്മാർ അനുഭവിച്ചതെല്ലാം മണ്ടത്തരമാണെന്നും ബുദ്ധിക്ക് അധിഷ്ഠിതമായി ദൈവം പോലും ഇല്ല എന്ന് പറയുന്ന ഒരു കാലഗതി തലമുറകളെ തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവസഭയോടും ഈ വചനം കേൾക്കുന്ന യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ വിവിധമായ മാധ്യമങ്ങൾ കേൾക്കുന്ന ദൈവാത്മാവിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ണുനീരോടെ കരയുന്ന മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് നിങ്ങൾ കരയുവാനുള്ളൊരു കാലഘട്ടമാകയാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവസഭയ്ക്ക് നടക്കുമ്പോൾ, കർത്താവേ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ ഓർക്കണമെന്നുള്ള പ്രാർത്ഥനയോടായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാനിന്ന് പകൽക്ക് ദൈവാത്മാവ് എന്നോട് നൽകിയൊരു ആലോചന, നമുക്കൊരു അസ്വാഭാവികമായ ഒരു ചിന്തയെ പോലെ തോന്നാം. ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ദൈവത്താൽ നൽകപ്പെട്ട ഒരു ഏദെൻ തോട്ടം ഉണ്ടായിരുന്നു. എവിടെയാണ്? ആദാം ഹവ്വയ്ക്ക് ലഭ്യമായ ആ ഏദെൻ തോട്ടം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അതേ ഏദെൻ തോട്ടത്തിലെ അനുഭവം ദൈവമക്കളെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, നമ്മളൊക്കെ വാഴ്ത്തപ്പെട്ടവനെ കർത്താവിൻ്റെ അല്ലെങ്കിൽ പുതുരാജ്യം നാം ആഗ്രഹിച്ചു. അതെ, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം. ആ കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി വിവിധമായ മെസ്സേജിലൂടെയും ദൈവത്തിൻ്റെ വചനത്തെ ആത്മാർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, അതേ ഏദെൻ തോട്ടത്തിലെ അനുഭവം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും ചില ഇടങ്ങളിൽ ഹല്ലേലൂയ ജീവിക്കാൻ വേണ്ടി പോകും. പക്ഷേ സമൃദ്ധിയുള്ള സ്ഥലങ്ങളിലായിരിക്കാം പോകുന്നത്. പക്ഷേ ചിലർക്ക് അത് അത്രത്തോളം അഡ്ജസ്റ്റ് ആവണമെന്നില്ല. ചിലർക്ക് നമുക്കറിയാം, നാട്ടിൽ നിന്നൊക്കെ മാതാപിതാക്കളൊക്കെ UK-യിലും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ എന്ത് ചെയ്യും, മിക്കവാറും പോകും. പക്ഷേ ഒരു ദിവസം കാണും, 2 ദിവസം കാണും, ഒരു 10 ദിവസം കഴിയുമ്പോൾ അവിടെ സംസാരം മാറും. കാരണം എന്തെന്നറിയാമോ? അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സമൃദ്ധിയുള്ള രാജ്യമായിരിക്കാം. പക്ഷെ അവർക്കൊരു സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവരോടൊപ്പമുള്ള ചില പ്രത്യേകമായ വ്യക്തികളുമായിട്ടുള്ള ഒരു ആശയവിനിമയം അവർക്ക് ആവശ്യമാണ്. ഒരു കൂട്ടായ്മ ആവശ്യമാണ്, ഒരു സഭ ആവശ്യമാണ്, ഒരു കമ്മ്യൂണിറ്റി ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുള്ള രാജ്യത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റത്തില്ല. അവർക്ക് എങ്ങനെയും നാട്ടിൽ പോയാൽ മതി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവുമായുള്ള ചേർന്നുള്ള ജീവിതമാണ് ഈ ലോക ജീവിതമെങ്കിൽ, വരാനുള്ള ജീവിതവും ഈ ലോക ജീവിതവും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് എത്രത്തോളം അത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന് വ്യക്തമായി അതിലേക്ക് പോയേ പറ്റത്തുള്ളൂ. ഈ യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഏദെൻ തോട്ടം പോലെ നിങ്ങളുടെ ജീവിതം ആയിത്തീരും ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ഇവിടെ ശൂന്യത അനുഭവിച്ച് മരുഭൂമിയെ പോലെ ആകുവാനിടയായി തീർന്നു. അപ്പൊ 2 കാര്യമാണ് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത. ഒന്ന്, മരുഭൂമി ജീവിതം, പ്രൈസ് ദി ലോർഡ്, അല്ല എങ്കിൽ ഏദെൻ ജീവിതം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നു പൂർണ്ണമായി ശൂന്യമായിട്ടുള്ള മരുഭൂമി ജീവിതം. എന്നാൽ യോവേൽ പ്രവചനത്തിൽ പറയുന്നു മുൻവശം എന്താണ്? ഒരു ഹല്ലേലൂയ ഏദെൻ തോട്ടവും പിറകുവശം മരുഭൂമി. എന്ന് പറഞ്ഞാൽ പകുതി പകുതി. എന്നാൽ കർത്താവ് ആഗ്രഹം ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. പൂർണ്ണമായി ഒരു ഏദെൻ തോട്ടത്തിലാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, ഈ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന ഏദെൻ തോട്ടം എന്താണ് ആ സമൃദ്ധിയുടെ അനുഭവം? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഞാൻ പ്രാരംഭമായി പറയുന്ന ആലോചന കേട്ടിട്ട് വേണം ദൈവത്തിൽ നമുക്ക് കയറാൻ. ഒന്ന്, നമ്മുടെ ശരീരം
ഒരു ഏദേൻ തോട്ടമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2, നമ്മുടെ കുടുംബജീവിതം, കുടുംബത്തിനകം ഏദേൻ തോട്ടമായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. 3, ദൈവം നമ്മെ ഏൽപ്പിച്ച സഭ ഒരു ഏദേൻ തോട്ടമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ഏദേൻ തോട്ടത്തിന്റെ പ്രത്യേകത? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ കണ്ണുനീര് മാറി, എൻ്റെ വേദനകൾ മാറി, എന്നും ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകുമെന്നുള്ള പ്രത്യാശയോടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ ആ പ്രത്യാശ കൈവിടരുത്. അതാണ് നമ്മുടെ മഹത്വ പ്രത്യേകത. പക്ഷേ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ഏദേൻ തോട്ടത്തിൽ അനുഭവം കർത്താവ് നമുക്ക് നൽകുവാൻ സാധ്യതയുണ്ട്. അത് വ്യക്തമായിട്ട് ദൈവത്തിലൂടെ തന്നെ ഇന്ന് പകൽ അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. 1, ഏദേൻ തോട്ടം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ഒരു തോട്ടമാണ്. എന്നാൽ അല്ലെങ്കിൽ മരുഭൂമി ജീവിതം എന്ന് പറയുന്നത് ശൂന്യമായിട്ടുള്ള ഒരു ജീവിതമാണ്. നമ്മൾ ഓർക്കണം, ഹല്ലേലൂയ, എന്താണ് ഏദേൻ തോട്ടത്തിൻ്റെ പ്രത്യേകതകൾ? ഇത് പറയുമ്പോൾ സഭ പലപ്പോഴും ഇത് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ഒരു മെസ്സേജ് കഴിയുമ്പോൾ ഇതിൻ്റെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ ജീവിതം ഒരു ഏദേൻ തോട്ടമാണോ മരുഭൂമിയാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഈ ഒരു മെസ്സേജ് കഴിയുമ്പോൾ പരിശുദ്ധൻ വ്യക്തമായി എന്നോട് പറഞ്ഞൊരു ആലോചനയാണ്. ചില മരുഭൂമി പോലെയുള്ള പിശാചായവൻ മരുഭൂമിയാക്കി ഏദേൻ തോട്ടം പോലെ അനുഭവിക്കേണ്ട ചില നന്മയ്ക്കകത്ത് മരുഭൂമി പോലെ വരണ്ട പ്രദേശമാക്കി ശത്രുവായി ഒതുക്കി വെച്ച് എങ്ങനെയും ഭൂമിയിൽ നിന്ന് വിട്ടുമാറിയാൽ മതി എന്നുള്ള ചിന്തയോടുകൂടെ ആക്കി തീർക്കുന്ന ഒരു വല്ലാണ്ടൊരു വ്യാപാരം ഈ ദേശത്തിൻ്റെ മധ്യേ വിവിധമായ സഭകളിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് കെട്ടുപൊട്ടി പുറത്തു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ഏൽപ്പിച്ചതായ, ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, അനുഗ്രഹിച്ചതായ ഏദേൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണല്ലോ നമ്മുടെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ എന്താണ് ഏദേൻ തോട്ടം? ദൈവമക്കൾ എന്തുകൊണ്ട് ഏദേൻ തോട്ടത്തിൽ അനുഭവം ഈ ഭൂമിയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു? വായിച്ചു നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒന്ന് കടന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം. പിതാവായ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വ്യത്യസ്തമായി ഒരു തോട്ടമുണ്ടാക്കി തോട്ടത്തിനകത്ത് ഈ മനുഷ്യനെ ആക്കുവാനിടയായി. 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരാം. വായിച്ചാട്ടെ. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും മതി. 1, ഈ ഏദേൻ തോട്ടത്തിന്റെ പ്രത്യേകത കാണാൻ ഭംഗിയുള്ളതും എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് ഇൻപമേറിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധയോടെ കേൾക്കണം. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ജഡീകമായി ചിന്തിക്കരുത്. ലോകപരമായി കാണുവാൻ ഭംഗിയുള്ളതല്ല. ഞാൻ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും വളരെ ശാന്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഭൗതികമായ ചിന്തയിലേക്ക് പിശാച് കൊണ്ടുവിടും. അങ്ങനെ വിടരുത്. ഈ ലോകത്തിലെ കാണാൻ ഭംഗിയുള്ളത് നമ്മൾ പോകണ്ട. ഒരു ആത്മീക ജീവിതത്തിൽ ദൈവമുള്ളൊരു ഏദേൻ തോട്ടം നിന്റെ ഭവനമാകും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഭ അങ്ങനെയായി തീരണം. ഇതൊരു ആത്മീയ നിലവാരം ചിന്തിക്കണം. 1, ഇവിടെ പറയുന്നൊരു കാര്യം, കാണാൻ ഭംഗിയുള്ള ഫലം ആ ഏദേൻ തോട്ടത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ചില ഫലം അതിനകത്തുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ആഴമായി പറഞ്ഞാൽ, ആത്മീക ജീവിതത്തിനകത്ത് ആത്മീയ കണ്ണുകൾക്ക് ഇമ്പമേറുന്ന അനുഭവം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും സഭകൾക്കകത്തും ഉണ്ടായിരിക്കണം. 2, തിന്മാൻ നല്ല ഫലം ഉള്ളതായിരുന്നു ഏദേൻ തോട്ടം. ഒന്നുകൂടെ പറഞ്ഞാൽ, അതിൽ നിന്നും ആത്മീക ഭക്ഷണം കഴിക്കത്തക്ക നിലവാരത്തിലുള്ള ഒരു സമർത്ഥമായൊരു തോട്ടമായിരുന്നു ഏദേൻ തോട്ടം. അത് മാത്രമല്ല, അതിൻ്റെ തുടർന്നുള്ള വേദഭാഗം വായിക്കാം. നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്നും മുളപ്പിച്ചു. അപ്പൊ ഒന്നാമത്തത് ആ തോട്ടത്തിൽ എന്തുവാണ്? കാണാൻ ഭംഗിയുള്ള ചില ഫലമുണ്ടായിരുന്നു. 2-മത്ത് തിന്മാൻ യോഗ്യമായിട്ടുള്ള വളരെ മാധുര്യമേറിയതായിട്ടുള്ള വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ചില ഫലങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. 3-മത്തെ കാര്യം എന്ന് പറയുന്നത് ജീവവൃക്ഷം അതിനകത്തുണ്ടായിരുന്നു. ആ പേര് മറക്കരുത്.
ഈ ജീവവൃക്ഷത്തെ പറ്റി നമ്മൾ പഠിച്ചാൽ നിങ്ങൾ ചിന്തയിലേക്ക് പോകരുത്. ആദാമും ഹൗവയും പറിച്ച പഴം ഉള്ള വൃക്ഷമല്ല ജീവവൃക്ഷം. അത് വ്യത്യസ്തം. അടുത്ത വാക്യത്തിൽ എന്തോ പറയുന്നത്? അടുത്ത വാക്യം എന്തുവാ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ കഴിക്കരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷവും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കണം, ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം, ഇവിടെ ആത്മീക ജീവിതത്തിൽ ദൈവത്താൽ കാണാനും കഴിക്കുവാനും പറ്റിയതായ ഫലമുള്ളപ്പോൾ തന്നെ, ജീവന്റെ വൃക്ഷം അവിടെ ഉള്ളപ്പോൾ തന്നെ ദൈവം പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞ ചില ഫലവും ഈ തോട്ടത്തിനകത്ത് എന്ത് ചെയ്യാം? കാണുവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ആ തോട്ടം ഒരിക്കലും നശിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം 2-ാമത്തെ 10-ാം വാക്യത്തിൽ വായിച്ചേ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേക്കൽ എന്നു പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. മതി. നമ്മൾ 3-ാമത്തെ ഈ തോട്ടത്തിന്റെ പ്രത്യേകത, ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളൊന്നും പൂർണ്ണമായി നശിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം അതിനകത്തൊരു നദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി അത് മാത്രമല്ല, ഈ നദിയുടെ പ്രത്യേകത തോട്ടത്തിനകത്ത് മാത്രമല്ല, ദേശത്തിൻ്റെ വിവിധമായ സ്ഥലങ്ങളിൽ ഒഴുകുവാനിടയായി തീരും. നമ്മളൊന്ന് ആത്മീകത്തിനകത്ത് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. ഇതൊന്നും ഭൗതികം നമ്മൾ പോകണ്ട. പിശാചു വേറൊരു രീതിയിൽ നമ്മുടെ ഈ ചിന്ത ഇവിടെ, ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട ഏതേം തോട്ടമാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ച ഈ മെസ്സേജ് പറഞ്ഞു, ഒരിക്കലും നമ്മൾ മറ്റൊന്നിലേക്ക് പോകരുത്. ഇവിടെ പറയുന്നൊരു കാര്യം, ദൈവത്താൽ ആ വൃക്ഷങ്ങളൊന്നും ഫലങ്ങളൊന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം ഏതു വേനൽക്കാലത്തിനകത്തും, ചില വേനൽക്കാലമുണ്ട്, ചില ചൂടനുഭവിക്കാം, പക്ഷെ അവിടെയൊക്കെ തണുപ്പ് നൽകുവാനും സമർത്ഥമായിട്ട് വളരുവാൻ തക്കതായ ഒരു നദി ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആ നദിയുടെ പ്രത്യേകത അവിടെ നിന്നും വിവിധമായ ദേശങ്ങളിൽ ഒഴുകുവാനിടയായി തീരും. അതുമാത്രമല്ല, ഈ ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകത ഒരു വാക്യം കൂടെ നമ്മൾ വായിച്ച് പെട്ടെന്ന് നമുക്കാക്കാം. ഒന്ന് ഹല്ലേലൂയ സ്തോത്രം 3-ാമത്തെ 8-ാമത്തെ വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അടുത്ത ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുന്ന ഒരു ശബ്ദമുള്ള ഒരു തോട്ടമായിരുന്നു ഏദൻ തോട്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവം മനുഷ്യനെ ആക്കി വച്ച ശേഷം, ഹല്ലേലൂയ, അത് 2-ാമത്തെ 15-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. മതി. ഇവിടെ ശ്രദ്ധയോടെ, ഇത്രയും അധികം അനുഭവമുള്ള ഈ ഏദൻ തോട്ടത്തെ കാക്കുവാനും വേല ചെയ്യാനാക്കിയത് ആരെയാ? ദൈവമല്ല അവിടെ വേല ചെയ്തത്, ദൂതന്മാരല്ല. ആരാ വേല ചെയ്തത്? മനുഷ്യനെ ദൈവമാക്കുവാനിടയായി തീർന്നു. ഇനി അതുമാത്രമല്ല, അതിനെ കാക്കണം, പരിപാലിക്കണം. ഇത് ദൈവം ഏൽപ്പിച്ച മനുഷ്യൻ്റെ ദൗത്യമാണ്. ഞാൻ വളരെ സിമ്പിളായ ഒരു അല്പനേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പോകുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഒന്നുകൂടെ ആഴമായി പറയാം, വരാൻ പോകുന്ന കാലത്തിലല്ല, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ഏദൻ തോട്ടത്തിലെ എല്ലാ അനുഭവത്താൽ ദൈവം നമ്മെ നിറച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറയാം, ആദാമും ഹൗവയും യഥാർത്ഥത്തിൽ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം പൂർത്തീകരിക്കപ്പെട്ടോ? പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റിയോ? ഏതുവരെ പറ്റി? ദൈവം ആക്കി വെച്ച ഫലങ്ങൾ കാണാൻ ഭംഗിയുള്ളതും രുചിക്കുവാൻ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ അവൻ കഴിച്ചു, അവർ വേല ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷേ ആ തോട്ടത്തിലെ നടുവിലുള്ള ജീവന്റെ വൃക്ഷത്തിലെ ഫലം അവന് കഴിക്കാൻ പറ്റിയില്ല. ദൈവം എന്താ അവസാനം ചെയ്തേ? ആ ഫലം കൈ നീട്ടി കഴിക്കാതിരിപ്പാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനസ്സിലായോ? അപ്പോൾ ഓർക്കണം, ഏദൻ തോട്ടത്തിലെ ഫസ്റ്റ്
ഫസ്റ്റ് ലെവലായിരുന്നു ആദാം ഹവ്വ അനുഭവിച്ചത്. പക്ഷേ അടുത്ത ലെവലിലേക്ക് ദൈവം ആഗ്രഹിച്ചിരുന്നു. ആദാം ഹവ്വയും അവിടം കൊണ്ട് ഒതുങ്ങുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം വരെ തിന്നുവാൻ ദൈവം ആഗ്രഹിച്ചു. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കേണ്ട. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കും എന്നുകൂടെ പറഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദാമും ഹവ്വയ്ക്കും പ്രാപിക്കുവാൻ കഴിയാത്ത ചില നന്മകൾ ദൈവമക്കളെ നമുക്ക് ദൈവം അവകാശമായി നൽകുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്ന ഭാഗം വിട്ടുപോകരുത്. അതേ ഏദേൻ തോട്ടം നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ കൈകാര്യം ചെയ്താൽ നമ്മുടെ കുടുംബവും നമ്മുടെ ദേശവും നമ്മുടെ സഭയും ഒരേദേൻ തോട്ടമാകും. ഒന്ന്, കാണാൻ ഭംഗിയുള്ളത്, കഴിക്കുവാൻ യോഗ്യമായിട്ടുള്ള ഫലം ഉണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഒരു കാര്യം പരിശുദ്ധാൻ പറയുന്നു. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ദൈവം നാബോത്തിന് കൊടുത്തൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം പിതാക്കന്മാർ മുഖാന്തരം ലഭ്യമായതാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് നാബോത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തെന്ന് അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചരിത്രം പഠിച്ചു നോക്കണം. ഇതിനകത്തൊരു വലിയൊരു ചക്കുണ്ട് കേട്ടോ. ചക്ക്, ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് വലിയൊരു കിണറുണ്ട്. കിണർ, ആ കിണർ എന്ന് പറയുന്നത് ഒരു കിണറല്ല, പലവിധമാകുന്ന കിണറുകളാണ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ മുന്തിരിച്ചാർ അതിനകത്ത് കൂടി അതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചില വീഞ്ഞ് നൽകുന്ന ചില മുന്തിരി അല്ലെങ്കിൽ ആ ചക്കുകൾ അതിനകത്തുണ്ടായിരുന്നു. ഈ ചക്കുകൾ പിതാക്കന്മാർ മുഖാന്തരം ലഭ്യമായതാണ്. ഇനി എത്ര വലിയ കൊട്ടാര സമാനമായിട്ടുള്ള ഭൂമി ലഭ്യമായാലും ഈ പിതാക്കന്മാരുടെ നന്മ അവർക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇത് പ്രമാണമായിരുന്നു. ഈ പ്രമാണം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ പ്രമാണത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയോട് ദൈവത്തിൻ്റെ ആത്മാവിന് വിരുദ്ധമായിട്ടുള്ള രാജാവ് എഴുന്നേറ്റ് അതിനെ ചീരത്തോട്ടമാക്കുവാൻ പിശാച് ശ്രമിക്കുവാനിടയായി തീർന്നത്. ഇതുപോലെ പിതാക്കന്മാർ മുഖാന്തരം, ആത്മീക പിതാക്കന്മാർ മുഖാന്തരം, ആത്മീയ മാതാക്കൾ മുഖാന്തരം നമ്മുടെ ഭവനങ്ങളിലും ദേശങ്ങളിലും കുടുംബത്തിനകത്ത് ലഭ്യമായ ചില നന്മകൾ, ചില ഫലങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് തളം തട്ടി നിൽക്കുന്നു. ഹല്ലേലൂയ. ചില പ്രാർത്ഥനാ സ്വരങ്ങൾ അത് തളം തട്ടി നിൽക്കുന്നു. ചില നന്മകൾ അത് തളം തട്ടി നിൽക്കുന്നു. ആ നന്മയുടെ ഏത് ലോകത്തിലെ നന്മയെ കൊണ്ടും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. തത്തുല്യമായി ഒരു ത്രാസിലും തൂക്കുവാൻ പറ്റിയതായ ഒന്നും ഈ ലോകത്തിലില്ല. ഒരു കാലഘട്ടത്ത് നമ്മുടെ ചില മാതാപിതാക്കൾ ഹല്ലേലൂയ ഒന്നുമില്ലായ്മയുടെ സമയത്ത് എൻ്റെ അപ്പന് വേണ്ടി നിന്ന് രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചു പ്രാപിച്ചതായ ചില നന്മയുടെ ചില മുന്തിരിച്ചാറുകൾ നമ്മുടെ കുടുംബത്തിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം പിശാചേ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുവാൻ ഒരു ശത്രുവിനും അധികാരമില്ലെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്കാർ ദൂതേറ്റെടുത്ത്, കർത്താവേ എന്റെ ഭവനത്തിനകത്ത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ ചില കണ്ണുനീരുള്ളിടത്തോളം കാലം, ചില സഭകളുടെ കണ്ണുനീരുള്ളിടത്തോളം കാലം കർത്താവേ എന്നെ ചീരത്തോട്ടമാക്കുവാൻ എന്നെ അനുവദിക്കുന്ന ദൈവമല്ല. കാലാകാലങ്ങൾക്ക് മുമ്പേ തന്നെ ഒന്നുമില്ലെങ്കിലും, ആഹാരമില്ലെങ്കിലും, കഴിക്കുവാൻ ആഹാരമില്ലെങ്കിലും, കുടിക്കുവാൻ നല്ല വെള്ളമില്ലെങ്കിലും, രാത്രിയെന്നില്ല പകലെന്നില്ലാതെ അധ്വാനിച്ച് പലരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെട്ട് ചില മാതാപിതാക്കൾ ദൈവത്തിനുവേണ്ടി നിന്നത് കൊണ്ടാണ് ഇന്ന് നാം ആ നന്മ അനുഭവിക്കുവാനിടയായി തീരുന്നത്. അത് എത്ര UK നന്മ വച്ചാലും ത്വരിതപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് ലോകത്തിലെ ഏതു നന്മ എടുത്തു വച്ചാലും അതിന് തത്തുല്യമാകത്തില്ല കേട്ടോ. അതിൻ്റെ നന്മയാണ് നാം അനുഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം അങ്ങനെ ചില
അനുഗ്രഹങ്ങളുടെ, ചില വാഗ്ദത്തങ്ങളുടെ. നമുക്കറിയാം ചില മാതാപിതാക്കൾ കണ്ണുനീരോടെ രാത്രി, ഇന്നലെ എനിക്കറിയാം, ഹല്ലേലൂയ, ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ, ഹല്ലേലൂയ, ഇന്ന് നിത്യതയിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മിനർവയുടെ മാതാവിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. രാത്രിയൊക്കെ ഞങ്ങൾ അസാധാരണമായി 1 മണിക്കും 2 മണിക്കൊക്കെ പോകുമ്പോൾ രാത്രി ഇരുന്ന് അത്രയും അധികം അസ്വസ്ഥതയ്ക്കകത്ത് നിന്നുകൊണ്ടും വളരെയധികം വിലാപത്തിനകത്ത് നിന്നുകൊണ്ടും വളരെയധികം രോഗിയായിരിക്കുമ്പോൾ തന്നെ 1 മണിക്കും 2 മണിക്കും കണ്ണുനീരോടെ കരയുന്നൊരു മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഈ സൂമിലൂടെ കേൾക്കുന്ന പല മാതാപിതാക്കൾ കുടുംബത്തിനു വേണ്ടി, സഭയ്ക്കു വേണ്ടി, ഹല്ലേലൂയ, ദേശത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനയുടെ ചില നന്മകൾ, ചില മുന്തിരിച്ചാറുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ളോടത്തോളം കാലം നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. എത്ര വരുന്ന മക്കൾക്ക് വിശ്വസിക്കുന്നുണ്ട്? ഒന്നുമില്ലായ്മയുടെ സമയത്തും ദേശത്തിനകത്ത് പറയത്തക്ക ഒരു ശ്രേഷ്ഠതയുമില്ലായിരുന്നു. പക്ഷേ അപ്പോഴും അവർ അനുഭവിച്ച ഒരാത്മീക ഫലമുണ്ടായിരുന്നു, ഒരാത്മീക സംതൃപ്തി ഉണ്ടായിരുന്നു. അതെത്ര കോടി കൊടുത്താലും കിട്ടത്തില്ല കേട്ടോ. ആ സമാധാനമുള്ളതാണ്, ആ സന്തോഷമുള്ളതാണ്, ആ ആത്മീക സന്തോഷമാണ് ഏദേൻ തോട്ടം. ഓ ഹല്ലേലൂയ. ഒന്ന്, ഫലങ്ങൾ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ വായിച്ചു കേട്ടത് തന്നെ, ഹല്ലേലൂയ, തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ആദാം ഹവ്വയും, ശ്രദ്ധയോടെ കേൾക്കണം, ദൈവമക്കളെല്ലാം കേൾക്കണം, ആദാം ഹവ്വയും ഒരു സാധാരണ വൃക്ഷഫലം തിന്ന് അങ്ങനെ നിന്നപ്പോൾ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവമൊക്കെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടതേ പ്രാപിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ വിശുദ്ധന്മാരൊന്ന് പഠിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മളത് വായിച്ചു നോക്കാം. അതിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വാക്യമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാനോക്കിനെ പറ്റി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം നമുക്കൊന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, 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 5-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അതിൻ്റെ 24-ാമത്തെ വാക്യം വായിച്ചേ. 5-ാമത്തെ 24-ാം വാക്യം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാൻ. ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ ദൈവത്തോട് കൂടെ നടക്കാൻ ആദാമിന് ഹവ്വയ്ക്ക് കഴിയാതെ പോയതിന് കാരണം എന്നറിയാമോ? അതായിരുന്നു ദൈവം ആഗ്രഹിച്ച ലെവല്. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹാനോക്ക് ദൈവത്തിനോട് നിന്നു. ദൈവത്തിൻ്റെ ജീവവൃക്ഷത്തിൻ്റെ ഫലം വരെ ദൈവം കഴിക്കുവാൻ ദൈവം അവസരങ്ങൾ കൊടുത്തു കാണും. ദൈവവചനം പറയുന്നു, ഹാനോക്ക് ശബ്ദം കേൾക്കുകയല്ല, കാലൊച്ച കേൾക്കുകയല്ല, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവന് ദൈവം എടുത്തുകൊള്ളതാകയാൽ അവനെ കാണാതെ പോകുവാനിടയായി തീർന്നു. അപ്പോൾ ഓർക്കണം, ഈ, ഹല്ലേലൂയ, സ്തോത്രം, ഏദേൻ തോട്ടത്തിലെ ഒരംശം മാത്രമേ ആദാം ഹവ്വ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് പൂർത്തീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിശാചിന് ഒരിക്കലും കയറുവാൻ കഴിയത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് അതിനകത്ത് പിശാച് നുഴഞ്ഞു കയറിയേ. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിന്ന്, ഇന്ന് ദൈവദാസൻ പറഞ്ഞതായ വചനം ചേർത്ത് നിർത്തി പറയാം. നിങ്ങൾ ദൈവനാമത്തിനു വേണ്ടി നിന്ന് ദേശത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി നിന്നു കഴിഞ്ഞാൽ, ദൈവത്തിനു മുമ്പാകെ എടുക്കുന്ന തീരുമാനപ്രകാരം നാം ചെയ്തു പോയാൽ, പിശാചിന് നിന്നെ തൊടാൻ പോലും കഴിയാത്തൊരു ലെവലിലേക്ക് നീ എത്തപ്പെടുമെന്ന് പിശാചിന് നന്നായി അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഏദേൻ തോട്ടത്തിനകത്ത് സന്തോഷത്തിന് പകരം അസന്തോഷം കടത്തിവിടും, നിരാശകൾ കടത്തിവിടും, പലവിധമാകുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ പോകും. ഇന്ന് പല ദൈവദാസൻ പറഞ്ഞ
എൻ്റെ മെസ്സേജിൻ്റെ ഒരു ദൂതാണ്. ഒന്ന്, എന്തുകൊണ്ട് ഇങ്ങനെ നന്മ പ്രാപിക്കുവാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കേണ്ട നമ്മൾ എന്തുകൊണ്ട് ആ ലെവലിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പരിശുദ്ധൻ പറയുന്നു. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ ഒരു 2 മിനിറ്റ് മാത്രം നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി നേരം ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. അത് കുഞ്ഞുങ്ങളോട് പറയുവാനിടയായി തീർന്നു. ഇന്ന് ഈ കേൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളോടും ഞാൻ പറയുന്നു, നിങ്ങൾ കാലാകാലങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ നന്മകളൊക്കെ അനുഭവം. ശരിയാ, ഞാൻ പറയുന്നു, ആ നന്മകൾ മാത്രം നമ്മൾ മാത്രം പ്രാപിച്ചാൽ പോരാ. നിങ്ങളും ആ ഏതേൻ തോട്ടത്തിനകത്ത് വരണമെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാം, നമ്മുടെ അധരത്തിനകത്ത് സ്തുതിക്കുന്ന ഒരു മനോഭാവം വരട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എസ് കെ പറഞ്ഞ് യോവേൽ പറഞ്ഞ് വീട്ടിൽ ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അർത്ഥം എന്നാണ്? ശൂന്യതയ്ക്കകത്ത് നിൽക്കുന്ന അനുഭവം. മരുഭൂമി. പക്ഷെ അതിനകത്ത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്തോത്രഘോഷത്തിൻ്റെയും ഉച്ചഘോഷമുള്ളതാണ് ഏതേം അനുഭവം. മനസ്സിലായോ? നിങ്ങൾ ഒരേതേൻ അനുഭവത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒരേതേൻ തോട്ടത്തിനകത്ത് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സഭ ഏതേൻ തോട്ടത്തിനകത്ത് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്തുതിക്കുവാൻ നിങ്ങൾ സമയങ്ങളെ വേദിരിക്കണം. ഇതിനകത്ത് വേറെ ഒരു വഴിയുമില്ല. സ്തുതിക്കണം. കർത്താവേ, നീ പരിശുദ്ധനായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഏറ്റവും അധികം വിശ്വസ്തനായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നീ പരിശുദ്ധനായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നീ സർവശക്തനായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ ജോലികൾ ആരംഭിക്കും, നമ്മുടെ സ്തുതികൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒതുക്കുന്ന ചില ശക്തികൾ, ഹല്ലേലൂയ, മരുഭൂമി പോലെ, നിന്നെ വരണ്ട പ്രദേശം പോലെ, ജീവിതത്തിനകത്ത് ഒരു നന്മ പോലും കാണുവാൻ കഴിയാതെ, കർത്താവ് എങ്ങനെയും എന്നെ ഒന്ന് മരിച്ചു കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നിന്റെ ദേശത്തെയും നിന്റെ ഭവനത്തെയും താങ്കളുടെ സഭയെയും താങ്കളുടെ വ്യക്തി ജീവിതത്തെയും തകർത്തു വച്ചിരിക്കുന്ന, മരുഭൂമി പോലെ ആക്കുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലത്തോട് ഇന്ന് പകൽക്കാലം വെട്ടി പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ആരോഗ്യം കൊണ്ട് കഴിയത്തില്ല, നിന്റെ ബലം കൊണ്ട് കഴിയത്തില്ല, നാളുകളെ നീ ഉപദേശിച്ചും കഴിഞ്ഞു ഇല്ല. ഇന്ന് പകൽക്കാലം പറയുന്നു, ഒന്ന് സ്തുതിക്കാൻ ആരംഭിക്ക്, ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്ക്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിനകത്ത് വലിയൊരു കോട്ട വളരെ ഉയർത്തി നിൽക്കുമ്പോഴും അവരുടെ കൈമിടുക്കുകൊണ്ടോ കൈബലം കൊണ്ടോ പടജനത്തിൻ്റെ ബലം കൊണ്ടോ തകർക്കുവാൻ കഴിയാത്ത ഒരനുഭവം ഫ്രണ്ടിൽ കടന്നു വന്നപ്പോൾ, യെരിഹോ കോട്ടയുടെ മുൻപിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിനോട് പരിശുദ്ധാത്മ പറയുന്നു, നീ മിണ്ടാതിരിക്ക്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകൽക്കാലം ചില കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം ചില യുദ്ധങ്ങൾ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം അവരോട് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ കൈത്താളത്തോടെ നൃത്തത്തോടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾക്കുള്ള എല്ലാ വാദ്യഘോഷങ്ങളും എടുത്ത് നിങ്ങളുടെ എല്ലാ കഴിവ് ഉപയോഗിച്ച് ഒന്ന് സ്തുതിക്കാൻ ആരംഭിക്ക്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഒരു മനുഷ്യനാ യെരിഹോ കോട്ടയെ തകർക്കാൻ ആരംഭിച്ചാൽ കുറച്ച് നാളുകളാകുമായിരുന്നു. പക്ഷെ എൻ്റെ കർത്താവ് എങ്ങനെ അതിനെ പൊളിച്ചതെന്നറിയാമോ? സ്തുതിക്കുവാൻ തയ്യാറായ ദൈവജനത്തിൻ്റെ മുൻപിൽ അതിൻ്റെ അടിവേരിനെ ദൈവം ഇളക്കിയത് ആദ്യം. അതിൻ്റെ ചരിത്രം എങ്ങനെ പറയുന്നറിയാം? ഇന്നും ആ ചരിത്രമുണ്ട്. ആ യെരിഹോ കോട്ട മറിയല്ല ചെയ്തത്, ഇങ്ങോട്ട് മറിഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ വീട് അത്രയും ഉയരമായിരുന്നു. ദൈവം എങ്ങനെ ചെയ്തെന്നറിയാമോ? അതിൻ്റെ അടിസ്ഥാനത്തിനകത്ത് കീറലുണ്ടാക്കി ദൈവം തമ്പുരാൻ. ഷാബാന ഹംദന രഗനഘടകസെ ചില കീർപ്പിക്കേണ്ട ദൈവം തമ്മിനെ കീർപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ.
ഹല്ലേലൂയ. മനുഷ്യർക്ക് കഴിയുവാനോ ചിന്തിക്കുവാനോ പറ്റാത്ത വിധത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ സ്തുതിക്കുന്ന ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 7 വട്ടം ചുറ്റുമ്പോഴും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി അടിയിൽ നിന്ന് ആരംഭിച്ചു കൊണ്ടിരുന്നു. ഓരോ സ്തുതി വരുന്തോറും, ഓരോ സമയം ചുറ്റുമ്പോഴും, നൃത്തം ചെയ്ത് ഈ ദൈവത്തെ ആരാധിക്കും തോറും പുറമേ ഒരു പണി നടന്നില്ല എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ പണി ആഴത്തിനകത്ത് വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിനെ കീറിമുറിച്ച് ആ യെരിഹോ കോട്ടയെ ഭൂമിക്ക് അടിയിലാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ മുൻപിൽ ഏതേൻ തോട്ടമാകേണ്ട ദൈവത്തിൻ്റെ ഭവനം, ഏതേൻ തോട്ടമാകേണ്ട ദൈവത്തിൻ്റെ കുടുംബം, ഏതേൻ തോട്ടമാകേണ്ട എൻ്റെ ആത്മീക ജീവിതത്തെ മരുഭൂമിയോലെ ആക്കി വെച്ച് ശൂന്യതയിട്ട് വ്യാപരിക്കുന്ന ചില മണ്ഡലങ്ങളോട് ഈ ദിവസങ്ങൾ പൊരുതുവാൻ മാനുഷ്യമായി പറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതേൻ തോട്ടത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്നറിയാമോ? ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടായിരുന്ന, മനസ്സിലാക്കുന്ന, ഏതേൻ തോട്ടത്തിനകത്ത് എല്ലാ പ്രയാസവും. ദൈവം എന്തോ പറയുന്നേ? വേനലിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വെയിലാറിയപ്പോൾ, ശ്രദ്ധയോടെ കേൾക്കണം, ആ ഏതേൻ തോട്ടം ചൂടുണ്ടായിരുന്നു. ആ ഏതേൻ തോട്ടത്തിനകത്ത് വെയിലുണ്ടായിരുന്നു. പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വേദന വരുന്ന രീതിയിലുള്ള വെയിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്ന് ആറിയപ്പോൾ അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. എന്നാണെന്നറിയാമോ? ഈ വേനലുണ്ടായിരുന്നാലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഓ ഹല്ലേലൂയ. ഈ ഏതേൻ തോട്ടത്തെ പ്രത്യേകത എന്നറിയാമോ? ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്നൊരു തോട്ടമായിരിക്കണം. ഓ റബാദബ ശംധന വൈഡബ രഗനഗടകസി. വ്യക്തിപരമായ ജീവിതത്തിൽ മതി കർത്താവേ എന്ന് പറയുന്ന, എങ്ങനെ നിത്യതയിൽ എത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ പറയുന്നു, ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വരാൻ പോകുന്ന നിത്യതയെ ഓർത്ത് ജീവിക്കുക മാത്രമല്ല കേട്ടോ. അങ്ങനെ മാത്രമല്ല കേട്ടോ. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും വെയിൽ പോലുള്ള കഷ്ടത ഉള്ളപ്പോഴും, പ്രയാസമുള്ളപ്പോൾ തന്നെ, രോഗമുള്ളപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഒരു തോട്ടത്തിനകത്ത് ദൈവമാക്കി വെച്ചത്. നാളുകളായി ഇതുവരെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ട് ഒരുമിച്ച് കൂടിയ സന്തോഷമുഖരിതമായിട്ടുള്ള പല കുടുംബങ്ങളെയും ശത്രുവായ മരുഭൂമി പോലെ, വരണ്ട പ്രദേശം പോലെ, ഒരുമിച്ചൊന്ന് കൂടുവാൻ പോലും കഴിയാത്ത വിധത്തിൽ മരുഭൂമി പോലെയുള്ള അനുഭവത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവെ, ദൈവമക്കളെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ ഭവനം ഒരു ഏതേൻ തോട്ടമാകണം. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന, ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഒരു ഏതേൻ തോട്ടമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മരുഭൂമി പോലെയുള്ള അനുഭവങ്ങളുള്ള കുടുംബത്തിനകത്ത്, പല തലമുറകൾക്കകത്ത്, മാതാപിതാക്കളുടെ അനുഭവത്തിനകത്ത്, കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് മനസ്സിലാക്കാൻ കഴിയാതെ മരുഭൂമി പോലെ അനുഭവങ്ങളെ ഈ ദിവസങ്ങൾ കർത്താവ് മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിനകത്ത് കയറിയാൽ തന്നെ കഴിക്കുവാൻ ആഹാരം പലപ്പോഴും ഇല്ലായിരുന്നെങ്കിലും, പലപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് അതിനകത്ത് കിട്ടിയ സമൃദ്ധി ഇന്നെന്തേ ഒത്തിരി സമ്പാദ്യമുള്ളപ്പോഴും അനുഭവിക്കാൻ കഴിയാത്ത? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. 10ഉം 15ഉം മക്കളെ കെട്ടിച്ചയക്കുവാൻ 5 പൈസ ഇല്ലാപ്പോഴും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കരയുവാൻ മാത്രം അറിയാവുന്ന മാതാപിതാക്കളുടെ മുമ്പിൽ 1 പൈസ പോലും കടമില്ലാതെ
ദൈവം തമ്പുരാൻ ഉള്ള എല്ലാ മക്കളെ സമൃദ്ധിയായി ദേശത്തിൻ്റെ വിവിധമായ ഭാഗങ്ങൾ ദൈവം ഉയർത്തിയപ്പോൾ ഒരു പൈസ പോലും കടം വയ്ക്കാതെ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോലും കൈ നീട്ടുവാൻ അനുവദിക്കാതെ, അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മക്കളായി നാം ജനിക്കപ്പെട്ടുവെങ്കിലും ഒരു തലമുറയുടെ കല്യാണം കഴിയുമ്പോൾ തന്നെ കുടുംബത്തിനകത്തുള്ള ഉള്ള എല്ലാ കടബാധ്യതയും വരുത്തി വെച്ച് കുടുംബത്തിനകത്ത് സമൃദ്ധിയുടെ നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ മരുഭൂമി പോലുള്ള വരണ്ട പ്രദേശമാക്കുന്ന അനുഭവത്തിന് കാരണം എന്നറിയാമോ? ദൈവ സാന്നിധ്യം എവിടെയോ ഒക്കെ നഷ്ടപ്പെട്ടു. ആ ഏതേൻ തോട്ടം ചുമ്മാ വളരത്തില്ല. ദൈവമാക്കി വെച്ചൊരു നദിയുണ്ട്. ആ നദിയിൽ നിന്നും വെള്ളം ചീറ്റണം. ദൈവമാക്കി വെച്ച നദി എന്നാണെന്നറിയാമോ? പരിശുദ്ധാത്മാവാ. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. ആഴത്തിന്മീതെ നമുക്കറിയാം ദൈവം സൃഷ്ടിച്ച ഭൂമി മനുഷ്യവാസയോഗ്യമായിട്ട്, എസ്കേപ്പ് എന്തോ പറയുന്നത്, മനുഷ്യവാസയോഗ്യമായി ദൈവം സൃഷ്ടിച്ചു. പക്ഷെ പാപം കടന്നു വന്നത് ശൂന്യമായി, പക്ഷെ പൂർണ്ണമായി നശിച്ചു പോയില്ല. കാരണം എന്നാ? അവിടെ ദൈവജനം പറയുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ടേ നശിച്ചു പോകേണ്ട പലരും, പണ്ടേ ആത്മഹത്യ ചെയ്ത് ആ ശവക്കുടീരത്തിന് മുമ്പിൽ വച്ച് വർഷങ്ങളോളമായിട്ട് വേർപാടിൻ്റെ 1, 2, 3 വർഷം അങ്ങനെ ആഘോഷിക്കേണ്ട ദേശത്തിൻ്റെ മധ്യ പിശാചായവൻ ആഘോഷിക്കാൻ ആഗ്രഹിച്ച എത്ര അവസരം താങ്കളുടെ കുടുംബത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്, എത്ര അപകടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്, മരണകരമായ ആപത്തുകൾ. എനിക്കറിയാം, ഞാൻ കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ഒരു ഒമിനി ബസ്സിലേക്ക് ഒമിനി കാറുമായി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 2 മണിയായപ്പോൾ, ഇന്നേക്ക് ഏകദേശം 8 വർഷത്തിന് മുൻപേ രാത്രി 2 മണിയായപ്പോൾ അല്പം വന്നതായ ഉറക്കം മുഖാന്തരം എൻ്റെ കൈ വിട്ടുപോയി, നിയന്ത്രണം വിട്ടുപോയി, വലിയൊരു പോസ്റ്റിൽ വന്നിടിച്ചു. 98% കമ്പനി, പുതിയ വണ്ടിയായിരുന്നു, രജിസ്ട്രേഷൻ കഴിഞ്ഞോളൂ, 1 മാസമായുള്ളൂ. 98% കമ്പനി അല്ലെങ്കിൽ ലോസ് അടിച്ചു, ഫുൾ ലോസ് അടിച്ചു. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒമിനി ഫുൾ ലോസ് അടിച്ച ആ ഡ്രൈവർ ജീവിച്ചിരിക്കുമോ? സ്വത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ ഫ്രണ്ടിൽ അല്ല ഇങ്ങനെയായിരിക്കുന്നത്, ചുരുങ്ങിയായിരിക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന ചില വ്യക്തികൾ പറഞ്ഞു, ഡ്രൈവർ മരിച്ചു. എനിക്കെല്ലാം കേൾക്കാം. വാ തുറന്നിരിക്കുക, വാ ഇങ്ങനെ തുറന്നിരിക്കുക. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകൻ ഇടത് സൈഡുണ്ട്. അവൻ്റെ അടുത്ത് പോയി അവൻ അവിടെ നിന്ന് കരയുന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആരൊക്കെ ചെന്ന് പാരക്കോലിട്ട് പൊട്ടിച്ച് പെട്ടെന്ന് അതിനെ പുറത്താക്കി. ഞങ്ങളെല്ലാവരും പുറത്തിറക്കി. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഒരാളുണ്ടായിരുന്നു, ആളെ കാണാനില്ല. നോക്കിയപ്പോൾ ഈ ഒമിനിയുടെ സൈഡിലുള്ള ആ വാഹനത്തിൻ്റെ ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഓവുചാലിലേക്ക് താൻ തെറിച്ചു പോകുവാനിടയായിത്തു. ഇത്രയും വലിയ അപകടത്തിനകത്ത് 3 പേരെയും എൻ്റെ ദൈവം തമ്പുരാൻ അത്ഭുതകരമായി പരിപാലിച്ച് ദൈവം എന്നെ നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്നറിയാം. പിശാച് ഇന്ന് വേർപാടിൻ്റെ 8 വർഷം ആഘോഷിക്കാൻ പിശാച് ചില പദ്ധതി ഇട്ടതാ. ഇതുപോലെ ദേശത്തിനകത്ത് കുടുംബത്തിനകത്തും ചില അസമാധാനം കടത്തിവിട്ട് കുടുംബത്തിനകത്ത് സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത് ജീവിതത്തെ ചില വേർപാടിൻ്റെ വർഷങ്ങൾ ആഘോഷിക്കുവാൻ, ചില രോഗങ്ങൾ കടത്തിവിട്ട് ചില വേർപാടുകൾ വർഷം ആചരിക്കുവാൻ ആഗ്രഹിച്ച ചില ശത്രുവിൻ്റെ പദ്ധതിക്കകത്ത് നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ ഭവനം മരുഭൂമിയാകരുതേ. സ്വന്തം തുടർന്നുള്ള ഈ ദിവസങ്ങൾ ഇതിൻ്റെ ബാക്കി ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഒറ്റ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം, വ്യക്തിപരമായ ജീവിതം ഏതേൻ തോട്ടമാകണം. നമ്മുടെ കുടുംബം ഏതേൻ തോട്ടമാകണം. നമ്മുടെ സഭ ഏതേൻ തോട്ടമാകണം. അതിന് ഒറ്റ മറുപടി മാത്രം പറഞ്ഞിട്ടുണ്ട്. 1, ഈ ആഴ്ച ചെയ്യേണ്ട നമ്മുടെ ഈ ആഴ്ചത്തെ ഒരു അസൈൻമെൻ്റ് ആയിക്കോട്ടെ. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഏതേൻ തോട്ടമാകണമെങ്കിൽ ജീവിതത്തിൽ എല്ലാ മേഖലയും സ്തുതിക്കാൻ തയ്യാറാകണം. നിങ്ങൾക്കെതിരായി അനേകം പേർ എഴുന്നേൽക്കും. നിങ്ങളെ ചൊല്ലി കർത്താൻദാസൻ പറഞ്ഞൊരു വാചനം എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, നിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു നന്മ വെളിപ്പെടുന്നതിന് പകരം തിന്മയാക്കുന്ന എല്ലാ സ്വഭാവങ്ങളും നിന്നെ മേ കൊണ്ടുവരും പിശാച്. വൈരാഗ്യം കൊണ്ടെടുപ്പിക്കും, അസൂയ കൊണ്ടെടുപ്പിക്കും, ദ്വന്ദ്വവശം കൊണ്ടെടുപ്പിക്കും, പലവിധമാകുന്ന വിഷയം കൊണ്ടുവരും. പക്ഷെ അവിടെ ഒന്നും തളരരുത്. എല്ലാവരും സ്നേഹിക്കുവാനും അങ്ങനെ നമ്മൾ വിട്ടുകൊടുത്ത്
സ്തുതിക്കാൻ തയ്യാറായിക്കോട്ടെ. ഏത് വന്നാലും വ്യക്തിപരം ജീവിതത്തെ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. വ്യക്തിപരമായ ജീവിത സമസ്ത മേഖലകൾ, നമ്മൾ പോകുന്ന ഇടങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സ്തുതിക്കാൻ. 2, കുടുംബത്തിനകത്ത് ആരെ പറ്റിയുള്ള കുറ്റങ്ങളോ കുറവശങ്ങളോ, ആരെപ്പറ്റി അസൂയുളവാക്കുന്നതോ, ആരെപ്പറ്റി വേദന ഉണ്ടാക്കുന്നതോ, ആരെപ്പറ്റി നിരാശയുണ്ടെന്ന വാക്കുകൾ കുടുംബത്തിനകത്ത് കയറ്റാതിരിക്കുക, സ്തുതിക്കാൻ ആരംഭിക്കുക. 3, ദൈവസഭയ്ക്കകത്ത് ദൈവഹിതമില്ലാത്ത കമ്മിറ്റികൾ, ദൈവഹിതമില്ലാത്ത ഒന്നും വരുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മനസ്സുകൊണ്ട് സ്തുതിച്ച് നിങ്ങൾ പുറത്തു പോകണം. ദൈവസഭ ഏതേൻ തോട്ടമാകണം. ഈ ഒരു അസൈൻമെൻറ്റ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിക്കട്ടെ. ഈ ഒരാഴ്ച മുഴുവൻ കർത്താവിനെ കണ്ണുകൾ മൂടാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണ് അല്പം നിമിഷം മൂടി. ഇന്ന് പകൽക്കാലം തുറന്നുള്ള അനേകം കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവമേ, ഈ കാലഘട്ടത്തിൽ എങ്ങനെയും മരിച്ച് കർത്താവിൻ്റെ അപ്പൻ്റെ നാട്ടിലെത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന അനുഭവം അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും തങ്ങളുടെ മരുഭൂമിയിലുള്ള അനുഭവങ്ങളെ മാറ്റി, ശൂന്യതകളെ മാറ്റി ഒരു ഏതേൻ തോട്ടമാക്കും ദൈവം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ചില ശബ്ദം കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവം ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ ജീവിതം ഇതുവരെയും പ്രാപിക്കുവാൻ കഴിയാതെ കർത്താവ് എന്നു തീരും എൻ്റെ കഷ്ടമെന്ന് പാടുന്നതിനേക്കാളും അപ്പാ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ഏതേൻ തോട്ടമാകണം. എൻ്റെ ഭവനം ഏതേൻ തോട്ടമാകണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കോടികൾ കൊണ്ട് കുമ്മനം വെച്ച് ബാങ്ക് നിങ്ങളെ അത്രയും അധികം ഉയർത്തുമെന്നല്ല ദൈവത്തിൻ്റെ വചനം. ഈ വെയിലുള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഏതേൻ തോട്ടം ഇന്ന് പകൽക്കാൻ കർത്താവേ, ദൈവത്തിൻ്റെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. എന്നോടങ്ങൊന്ന് സംസാരിക്കണം. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. ഐ വാണ്ട് പ്രസൻസ് ഇൻ ദി ഹോളി സ്പിരിറ്റ്. കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പാ, എൻ്റെ മരുഭൂമി പോലുള്ള അനുഭവമല്ല എൻ്റെ ഏതേൻ തോട്ടം. എൻ്റെ ജീവിതം ഏതേൻ തോട്ടമാകണം കർത്താവേ. ഇന്ന് പകൽക്കൽ ഒരുപാട് കാരണങ്ങളുണ്ട് മരുഭൂമി പോലാക്കേണ്ട അനുഭവം. ഇന്ന് പകൽ ഈ ദിവസങ്ങളിൽ ഞാൻ പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിച്ചെങ്കിൽ കർത്താവേ, അടിയനെ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ഭവനം, എൻ്റെ ജീവിതം, എൻ്റെ സഭ ദൈവത്താൽ ഒരു ഏതേൻ തോട്ടമാകട്ടെ. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ കൃപയിലാശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് എന്നോട് സംസാരിച്ച ആലോചന, ചില ദൈവദാസൻ മുഖാന്തരം ലഭ്യമായ ചില മെസ്സേജുകൾ കർത്താവ് ഇന്ന് പകൽക്കാലം സഭയോട് ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഇവിടെ ഓരോ ദൈവദാസന്മാരുടെ കുടുംബത്തിലും കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ മാധ്യമം കേൾക്കുന്ന ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിൻ്റെ വിശുദ്ധ വെളിപ്പെട്ട് കൃപയ്ക്കായി സ്തോത്രം. മതി കർത്താവ് എന്ന് പറയുന്ന അനുഭവമല്ല കർത്താവേ, ഇനിയും എനിക്കെന്തും കർത്താവിനോട് ചെയ്യുവാനുണ്ട്. എൻ്റെ അപ്പൻ്റെ നാട്ടിലെത്തുന്നതിന് മുമ്പേ ഈ ലോക ജീവിതത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ച് ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടായിരിക്കും ദൈവജനങ്ങളെ കർത്താവ് പ്രവർത്തിക്കായി സ്തോത്രം. ഞങ്ങൾ സമ്പൂർണ്ണമായി ഈ സഭ ഒരു ഏതേൻ തോട്ടമാകട്ടെ. ഈ സഭ ഒരു ഏതേൻ തോട്ടമാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരു ഏതേൻ തോട്ടമാകട്ടെ. ഞങ്ങളുടെ ഓരോ വ്യക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഒരു ഏതേൻ തോട്ടമാകട്ടെ. താവേ, ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദിനം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. സ്തുതി മഹത്വം ഞങ്ങളുടെ അധരങ്ങളിൽ വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആശീർവാദം പറഞ്ഞാൽ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. വേഗം സന്തോഷത്തോടെ കടന്നു പോകാൻ കർത്താവ് എല്ലാം സഹായിക്കട്ടെ. സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങൾക്ക് എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും